ഫ്ലോസ് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നത്. എങ്ങനെയാണ് ഇത് ഫ്ലോസ് ചെയ്യണത്? ഈ ഫ്ലോസ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയൂടാ. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? പല്ലിൻ്റെ ഇടയിൽ ഇടും, എടുത്തെടുക്കും, പല്ലിൻ്റെ ഇടയിൽ എടുക്കും. നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറുമ്പോൾ മാത്രമാണ് ഫ്ലോസ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ഫ്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫ്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ പല്ലിൻ്റെ ഇടയിലൂടെ സ്ലോലി ഇങ്ങനെ കയറ്റിയിട്ട് ആ മോണയും പല്ലും ചേരുന്ന ഭാഗത്തിനകത്തേക്ക് സ്ലോലി കയറ്റിയിട്ട് മോണയെ മുറിപ്പെടുത്താതെ പതുക്കെ പല്ലിനോട് ചേർത്ത് വെച്ച് വലിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ പല്ലിലും അങ്ങനെ ചേർത്ത് വെച്ച് പതുക്കെ വലിക്കണം. അപ്പോഴാണ് ആ ഫുഡ് വരുന്നുണ്ടോ, ആ നടുക്ക് പല്ലിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ടോ, ഇതുപോലെ എല്ലായിടത്തിൻ്റെയും ഫുഡ് വരും. ചെറിയൊരു നാറ്റൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ ചെറിയ പഴുപ്പൊക്കെ ഉണ്ട്. അതാണ്. ഇനി നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ആ പല്ലിൻ്റെ കടയിലെത്തുമ്പോൾ ഈ ഫ്ലോസ് അവിടെ എവിടെ ഉടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അവിടെ കാൽക്കുലസ് ഉണ്ടെന്ന്. അതായത് ഈ ഫുഡ് ഡെബ്രീസിനെയൊക്കെ കാൽസിഫൈഡ് ആയിട്ടുള്ള കട്ട, ആ സാധനം ക്ലീൻ ചെയ്താലേ പോളൂ ഡോക്ടറെ അടുത്ത് പോയി എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. ഇനി നിങ്ങൾ ഫ്ലോസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കൂടുതൽ വീഡിയോകൾ ഇവിടെ തന്നെ കാണാം.